മുന്നോട്ട് നീങ്ങി. ഗംഭീറിനും കോഹ്ലിക്കുമിടയിൽ എന്തോ പുകയുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവായി ഈ ദൃശ്യങ്ങളെ ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു. ഈ ശീതയുദ്ധത്തിന് പിന്നിലെ കാരണങ്ങൾ തേടി പോകുമ്പോൾ വിരൽ ചൂണ്ടപ്പെടുന്നത് കോഹ്ലിയുടെ അപ്രതീക്ഷിത ടെസ്റ്റ് വിരമിക്കലിലേക്കാണ്. ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള കോഹ്ലിയുടെ തീരുമാനം ഗൗതം ഗംഭീറിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ക്രിക്കറ്റിന് അതീവ പ്രാധാന്യം നൽകുന്ന പരിശീലകനാണ് ഗംഭീർ. ടീമിന്റെ നെടുംതൂണായ കോഹ്ലി മുന്നറിയിപ്പുകളില്ലാതെ പെട്ടെന്ന് ടെസ്റ്റ് മതിയാക്കിയത് ടീമിന്റെ പദ്ധതികളെ താളം തെറ്റിച്ചുവെന്ന് ഗംഭീർ വിശ്വസിക്കുന്നു. ടെസ്റ്റ് വിരമിക്കലിന് ശേഷം ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ് കോഹ്ലി പിന്നീട് ഇന്ത്യൻ ജേഴ്സി അണിയുന്നത്. അന്നു മുതൽ ഇരുവരും തമ്മിലുള്ള ആശയവിനിമയം വളരെ കുറവായിരുന്നുവെന്ന് ടീം വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലും ഇതിന് മാറ്റമുണ്ടായിട്ടില്ല. പരിശീലന സെക്ഷനുകളിൽ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ഇരുവരും സംസാരിക്കുന്നത് അപൂർവമായിരുന്നു. കോഹ്ലി പലപ്പോഴും ഗംഭീറിന്റെ നിർദ്ദേശങ്ങൾക്കായി കാത്തുനിൽക്കാതെ സ്വന്തം രീതിയിൽ മുന്നോട്ടു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ഹസ്തദാന വിവാദം ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവം ഈ പരമ്പരയ്ക്കിടെ നടന്നിരുന്നു. ആദ്യ ഏകദിന മത്സരത്തിന് ശേഷം ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങുന്ന കോഹ്ലിയുടെ ദൃശ്യങ്ങൾ അന്ന് ചർച്ചയായിരുന്നു. ഡ്രസ്സിംഗ് റൂമിന്റെ വാതിലിനടുത്ത് ഗൗതം ഗംഭീർ നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തികച്ചും അപരിചിതരെ പോലെ കോഹ്ലി അകത്തേക്ക് കയറിപ്പോയി. ഗംഭീർ എന്തോ പറയാൻ ശ്രമിച്ചെങ്കിലും കോഹ്ലി അത് ഗൗനിച്ചില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ടീമിനുള്ളിലെ ഈ അസ്വാരസ്യങ്ങൾ മറ്റു താരങ്ങളെയും ബാധിക്കുന്നുണ്ട് എന്നതും ഗൗരവകരമാണ്. രോഹിത് ശർമ്മ ഇവർക്കിടയിൽ ഒരു സമവായത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ വിചാരിച്ചത്ര എളുപ്പമല്ല. കോഹ്ലിയും ഗംഭീറും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നത് ടീമിന്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷത്തെ ബാധിക്കുമെന്ന് BCCI ഭയപ്പെടുന്നു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ BCCI പ്രശ്നപരിഹാരത്തിനായി ഇതിനോടകം തന്നെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. മുൻ ഇന്ത്യൻ താരവും നിലവിൽ സെലക്ഷൻ കമ്മിറ്റി അംഗവുമായ പ്രഗ്യാൻ ഓജയെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് സൂചന. കോഹ്ലിയുമായും ഗംഭീറുമായും വ്യക്തിപരമായ അടുപ്പമുള്ള വ്യക്തിയാണ് ഓജ. ഇരുവരുമായും സംസാരിച്ച് ഈ ഈഗോ ക്ലാഷുകൾ അവസാനിപ്പിച്ച് ടീമിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടേക്കും. എന്നാൽ പരമ്പരയ്ക്കിടെ നടന്ന ഈ മധ്യസ്ഥ ശ്രമങ്ങൾ പൂർണ്ണമായി വിജയിച്ചിട്ടില്ല എന്നാണ് അവസാന മത്സരത്തിന് ശേഷമുള്ള കോഹ്ലിയുടെ പെരുമാറ്റം സൂചിപ്പിക്കുന്നത്. വിരാട് കോഹ്ലിയും ഗൗതം ഗംഭീറും തമ്മിലുള്ള പ്രശ്നങ്ങൾ പുതിയ കാര്യമല്ല. IPL-ൽ ഇരുവരും തമ്മിൽ മൈതാനത്ത് വെച്ചുണ്ടായ വാക്കേറ്റങ്ങൾ ക്രിക്കറ്റ് ലോകം കണ്ടതാണ്. എന്നാൽ ഗംഭീർ ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായി എത്തിയപ്പോൾ പഴയതെല്ലാം മറന്ന് ഇരുവരും കൈകോർക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു. തുടക്കത്തിൽ നല്ല രീതിയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നതെങ്കിലും ടെസ്റ്റ് വിരമിക്കൽ എന്ന ഒറ്റ തീരുമാനം